ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോൻ്റെ ബാക്കിയാട്ടോ. അപ്പോൾ അന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ബാക്കിയൊരു വീഡിയോ ആട്ടോ. അപ്പോൾ നമ്മുടെ കോഴികളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കോഴി വളർത്തൽ എന്താ പറയുക, സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാൻ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങളെ മുമ്പിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കുന്ന ഇന്ന് കുറച്ച് ധാരാളം തുളസീൻ്റെ നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട് ഇവിടെ. തുളസീൻ്റെ അതേപോലെ ഈ കഞ്ഞിക്കൂർക്കലി, നമുക്ക് പേര് കിട്ടാത്തതുകൊണ്ട് കേട്ടോ, ഒരു പമ്മിക്കളി. അപ്പോൾ ഒരുപാട് കിട്ടണം. നമ്മളെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സമയം കിട്ടുമ്പം നമുക്ക് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് തുളസിൻ്റെ പാടത്തായിട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോഴികൾക്കൊക്കെ നല്ല ഔഷധമായിട്ടുള്ള ഒരു മരുന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ തീറ്റയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന, പിന്നെ ഈ ഒരു ചെടി കുടകൾ, അങ്ങനെ കുടകൾ, മുത്തിൽ അങ്ങനെയൊക്കെ പറയട്ടെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല, എനിക്ക് കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക കിട്ടുന്നില്ല. അപ്പോൾ ഒരുപാട് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് കീയാർനെല്ലി എനിക്കിപ്പോൾ കിട്ടിയില്ല, അപ്പോൾ ചെറിയൊരു ചെടിയെ കിട്ടിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ആര്യവേപ്പിൻ്റെ ഇലയാണ് പിന്നെ കിട്ടാനൊരു പണിയുള്ളത്. അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരുപാടൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ചോദിച്ച് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കോഴികളിൽ ഇങ്ങനത്തെ ഈ നമ്മളെ കയ്യിൽ നമുക്ക് കിട്ടാവുന്ന ഇലകൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മളെ കോഴികളെ തീറ്റയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ നീരറുത്തിട്ട് നമുക്ക് അവരെ വായിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അവർക്ക് തീറ്റയിൽ നമുക്ക് ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്ന കോഴികളാണെങ്കിൽ നമുക്ക് അവർക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ അവർ കഴിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ അവരെ ഭക്ഷണത്തിൽ എങ്ങനെ അവർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തി കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയുള്ളി, അതേപോലെ വെളുത്തുള്ളി, ബാക്കിയുള്ള ഇലവർഗ്ഗങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് ഞാൻ ഒരു കഷായം കാച്ച എന്ന് പറയാം കേട്ടോ. നമുക്കാണ് ഞാൻ അത്യാവശ്യം വലിയൊരു ചട്ടിയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ലോണം മഞ്ഞളുണ്ട് കേട്ടോ. മഞ്ഞൾ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളെ കോഴികൾക്കൊക്കെ ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് മഞ്ഞളും വെളുത്തുള്ളിയും പിന്നെ അതെങ്കിലും ചതച്ച് അതിൻ്റെ നീര് കൊടുത്താൽ നമ്മുടെ കോഴികൾക്ക് നല്ലതാട്ടോ. പിന്നെ അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികൾക്കൊക്കെ എന്തെങ്കിലും നമ്മൾക്ക് കയ്യിൽ കിട്ടാവുന്നത് എന്താണോ അത് നമ്മളെ കോഴികൾക്ക് കൊടുക്കുക. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ്. പിന്നെ കോഴി വസന്ത പോലത്തെ രോഗങ്ങൾക്കൊക്കെ തടയാനൊക്കെ നമുക്ക് സഹായിക്കും കേട്ടോ. ഞാനിതിപ്പോൾ ഇതെല്ലാം കൂടി ആക്കിയിട്ട് നമ്മൾ ഒന്നിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നീര് നമുക്ക് ഇതിലേക്ക് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു കൈ കൊണ്ട് പിടിക്കുന്നതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അതിൻ്റെ ചണ്ടിയൊക്കെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ കയ്യിലിനെ കൊണ്ടൊന്നും ആക്കിയാലൊന്നും പറ്റില്ല. അപ്പോൾ ഇതാക്കുന്ന നമ്മുടെ നീര് ആ ചണ്ടി പിഴിഞ്ഞ് നന്നായിട്ട് വെള്ളം നമ്മളിതാ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ചണ്ടി നമുക്ക് കളയേണ്ട ആവശ്യമില്ല, നല്ല ഔഷധമുള്ള തന്നെയാണ്. പിന്നെ വെറുതെ നമ്മൾ കളയേണ്ട, ഇപ്പോൾ എന്തായാലും നമ്മൾ ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ തവിടിലേക്കും കുറച്ച് തീറ്റ എടുത്തിട്ടുണ്ട്, ആ തീറ്റയിലേക്കും കൂടി മിക്സ് ആക്കാമെന്ന് വിചാരിച്ച്. വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചിലപ്പം ഇട്ട് കൊടുക്കുമ്പോൾ കോഴികൾ കഴിച്ചോളന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് തവിടും കുറച്ച് തീറ്റ എടുത്തിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചണ്ടി, നമ്മൾ നീരെടുത്തതിൻ്റെ ആ ഒരു ചണ്ടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി നമുക്ക് എങ്ങനെ വേണേൽ നമ്മൾ കോഴികൾക്ക് കുറച്ച് സമയം കണ്ടെത്തി നമ്മളെ കോഴികളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി അവർക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ചത്തു പോവുകയില്ല. അതേപോലെ തന്നെ അസുഖങ്ങളും കുറയും. അസുഖങ്ങൾ വരില്ല എന്ന് ഞാൻ പറയില്ല, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരുന്നാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്മളെക്കൊണ്ട് കഷ്ടപ്പെട്ടാൽ നമുക്കൊരു പരിധി വരെയൊക്കെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ആഴ്ചയിലെങ്കിൽ ഇതേപോലെ ഒരു നീരറുത്തിട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ കോഴികൾക്ക്. ഒരു കുറച്ച് ഇതേപോലെ എടുത്തിട്ട്, അപ്പോൾ കുറച്ച് കോഴി ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ കുറച്ച് അധികം എടുത്തത്. പിന്നെ ഒരുപാട് കിട്ടാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു മഴ ആയതുകൊണ്ട് നമ്മളെ കോഴികളൊന്നും വെള്ളം വലിയ തോതിലൊന്നും നമ്മളെ കോഴികൾ കുടിക്കാറില്ല. അപ്പോൾ കുടിക്കുന്ന വെള്ളം നമ്മൾ തീറ്റേൻ്റെ അടുത്ത് തന്നെ വെക്കുമ്പോൾ അവർ വന്ന് കുടിച്ചോളല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. പിന്നെ നമ്മളെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് പെട്ടെന്നൊക്കെ ഈ മഴയൊക്കെ കൊള്ളുമ്പോൾ അസുഖങ്ങളൊക്കെ വരുന്നത്.
പിന്നെ നമ്മൾ വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലാത്ത നമ്മൾ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവർക്ക് കോഴിടപ്പരം ഒന്ന് ചിലവഴിച്ചാൽ നമുക്ക് വലിയ തോതിലുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർക്ക് അസുഖം വരുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. അവർക്ക് മരുന്ന് കൊടുക്കണം, കറക്റ്റ് ഒരു 3-4 ദിവസം വരെ നമുക്ക് മരുന്ന് കൊടുക്കണം. പിന്നെ അതിനൊക്കെ നമുക്ക് കുറഞ്ഞ സമയം കണ്ടെത്തി നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അസുഖങ്ങൾ വരില്ല. കോഴികളും നല്ല ഉഷാറായിട്ടുണ്ടാവും, പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി വിശേഷങ്ങൾ കേട്ടോ. ഡെയിലി എനിക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ ഡെയിലി എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവരെ വേക്കിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് സമയം പോകും. അപ്പോൾ നമ്മളെ നാടൻ കോഴികളായതുകൊണ്ട് അവർക്ക് വലിയ കോഴികൾക്കൊന്നും വലിയ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീടിന് ചുറ്റും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഔഷധ ഗുണമുള്ള ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ അധികമായിട്ട് നമ്മുടെ കോഴികൾക്ക് തീറ്റയിലോ വെള്ളത്തിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കോഴി വളർത്തുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.